ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അറബി സാഹിത്യത്തിലെ ആ സുവർണ കാലഘട്ടത്തിലേക്ക്, ആ അതുല്യ പ്രതിഭകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രാനഡയുടെ മണ്ണിൽ വാക്കുകൾ കൊണ്ട് പ്രണയവും വിരഹവും ഒരുപോലെ വരച്ചിട്ട ഒരു കവയിത്രിയെക്കുറിച്ചാണ്. ഹഫ്സ അർ-റുഗൂനിയ. അറബി സാഹിത്യം പഠിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് UGC നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഹഫ്സയുടെ ജീവിതവും കവിതകളും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാതെ ഒന്നാണ്. അപ്പോൾ നമുക്ക് നേരെ അവരുടെ കഥയിലേക്ക് കടക്കാം. അണ്ടലൂഷ്യൻ സാഹിത്യമെന്നു പറയുന്നത് ഒരു വലിയ ആകാശം പോലെയാണെങ്കിൽ അവിടെ രണ്ട് വലിയ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് കൊർദോവയുടെ പ്രകാശമായിരുന്ന വല്ലാദ, രണ്ട് ഗ്രാനാഡയുടെ ആകാശത്ത് അതിനേക്കാൾ തിളക്കത്തോടെ നിന്ന ഹഫ്സ. അതായത് വല്ലാദ കൊർദോവയുടെ സാഹിത്യമുഖമായപ്പോൾ ഹഫ്സ ഗ്രാനാഡയുടെ ഐക്കണായി മാറി. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രണയത്തെയും വികാരങ്ങളെയും കുറിച്ചൊക്കെ ഹഫ്സയുടെ കവിതകൾ കുറച്ചുകൂടി ധീരമായിരുന്നു എന്ന്. അതെ, വെറുതെയല്ല അവരെ ഗ്രാനഡയിലെ 1-ാം നമ്പർ നക്ഷത്രമെന്ന് വിളിച്ചിരുന്നത്. കാരണം വളരെ സിമ്പിളാണ്. ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിലായാലും സൗന്ദര്യത്തിലായാലും ആളുകളോടുള്ള പെരുമാറ്റത്തിലായാലും ഹഫ്സയെ വെല്ലാൻ വേറൊരാളുണ്ടായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഒരു സമ്പൂർണ്ണ സ്ത്രീയായിട്ടാണ് അവരെ അന്ന് കണ്ടിരുന്നത്. അപ്പോൾ ആരായിരുന്നു ശരിക്കും ഈ ഹഫ്സ? നമുക്ക് നോക്കാം. അവർ ഗ്രാനഡയിലൊരു പ്രമുഖ കുലീന കുടുംബത്തിലാണ് ജനിച്ചത്. സൗന്ദര്യവും സമ്പത്തും ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അപ്പുറം അവരെ വ്യത്യസ്തയാക്കിയത് എന്താണെന്നോ? വളരെ പെട്ടെന്ന് ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി കവിത എഴുതാനുള്ളൊരു അപാരമായ കഴിവ്. ഇനി അവരുടെ പേരിനൊപ്പമുള്ള അർറുക്കൂനിയ എന്ന വാക്കിനു പിന്നിലും ഒരു കഥയുണ്ട്. ഭരണാധികാരി അവർക്ക് അർറുക്കൂന എന്നൊരു ഗ്രാമം തന്നെ സമ്മാനമായി നൽകി. ആ ഗ്രാമത്തിന്റെ പേരിലാണ് അവർ പിന്നീട് അറിയപ്പെട്ടത്. അവരുടെ ജീവിതത്തെ നമുക്ക് 3 പ്രധാന ഘട്ടങ്ങളായിട്ട് കാണാം. 1135 ഗ്രാനഡയിൽ ജനിക്കുന്നു. പിന്നെ വരുന്നത് ഹിജ്റ 559. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ വർഷം. അന്ന് അവരുടെ പ്രിയപ്പെട്ടവനായ അബൂ ജഫർ കൊല്ലപ്പെട്ടു. അവസാനം 1191 മൊറോക്കോയിലെ മറാക്കിഷിൽ വെച്ച് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഓരോ കാലഘട്ടവും അവരുടെ കവിതയുടെ വളർച്ചയും പിന്നീടുണ്ടായ ആ വലിയ നിശബ്ദതയും അടയാളപ്പെടുത്തുന്നുണ്ട്. ഹഫ്സയുടെ ആ ഒരു ബുദ്ധിസാമർഥ്യം, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അത് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം കേട്ടാൽ മതി. അവർ അൽ-മൂമിൻ രാജവംശത്തിലെ സ്ത്രീകളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു. ഒരു ദിവസം ഭരണാധികാരിയായ അബ്ദുൽ മൂമിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ അവർ ഈ വരികളങ്ങ് ചൊല്ലി: ജനങ്ങളുടെ നേതാവേ, ജനങ്ങളെല്ലാം അങ്ങയുടെ സഹായം പ്രതീക്ഷിക്കുന്നവനെ. ഇത് കേട്ട ഭരണാധികാരിക്ക് അവരുടെ കഴിവിൽ വലിയ മതിപ്പ് തോന്നി. അവരുടെ പ്രതിഭ എത്രത്തോളം വലുതായിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഇനി നമ്മൾ വരുന്നത് ഹഫ്സയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായ, അതേസമയം ഏറ്റവും ദുരന്തപൂർണമായൊരു അധ്യായത്തിലേക്കാണ്. അതൊരു പ്രണയകഥയായിരുന്നു. വെറുമൊരു പ്രണയമല്ല, കവിതകൾ കൊണ്ടെഴുതപ്പെട്ട ഒന്ന്. ആ പ്രണയം മന്ത്രിയും കവിയുമായിരുന്ന അബൂ ജാഫർ ഇബ്നു സയ്യിദുമായിട്ടായിരുന്നു. ഈ അബൂ ജാഫർ വെറുമൊരു മന്ത്രിയായിരുന്നില്ല കേട്ടോ. ഹഫ്സയെപ്പോലെ തന്നെ അദ്ദേഹവും ഒരു കവിയും എഴുത്തുകാരനുമായിരുന്നു. അതുകൊണ്ടുതന്നെ 2 സാഹിത്യ മനസ്സുകളുടെ ഒരു ശക്തമായ കൂടിച്ചേരലായിരുന്നു അവരുടേത്. അവരുടെ പ്രണയലേഖനങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ കവിതകളായിരുന്നു. ഇതൊരു സാധാരണ പ്രണയബന്ധം എന്നതിലുപരി ഒരു ബൗദ്ധിക ബന്ധം കൂടിയായിട്ട് വേണം നമ്മൾ കാണാൻ. പക്ഷേ എല്ലാ നല്ല കഥകളിലും ഒരു വില്ലൻ വരുമല്ലോ. ഇവിടെയും വന്നു. അതൊരു സാധാരണ വില്ലനായിരുന്നില്ല. അവരുടെ പ്രണയത്തിനു മുന്നിൽ തടസ്സമായി നിന്നത് അധികാരത്തിന്റെ ഒരു വലിയ മതിൽ തന്നെയായിരുന്നു. അതോടെ ആ മനോഹരമായ പ്രണയകഥ ഒരു ദുരന്തകഥയായി മാറാൻ തുടങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്രാനഡയിലെ ആ പ്രശസ്തമായ ലവ് ട്രയാങ്കിൾ. ഒരു വശത്ത് നമ്മുടെ കഥാനായിക, കവയിത്രിയായ ഹഫ്സ, മറുവശത്ത് അവരുടെ പ്രിയപ്പെട്ടവൻ, കവിയായ അബൂ ജാഫർ. എന്നാൽ ഇവർക്കിടയിലേക്ക് ഒരു എതിരാളിയായി വന്നതാരാണെന്ന് നോക്കൂ. സാക്ഷാൽ ഭരണാധികാരി അബൂ സഈദ് ഉസ്മാൻ. അദ്ദേഹം അധികാരമുപയോഗിച്ച് ഹഫ്സയുടെ സ്നേഹം പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചു. എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കമതായിരുന്നു. ഇവിടെ നിന്നങ്ങോട്ട് കഥയുടെ ടോണ് ആകെ മാറുവാണ്. അവരുടെ ജീവിതത്തിലെ കവിതയും സന്തോഷവുമെല്ലാം അവസാനിക്കാൻ പോവുകയായിരുന്നു. കവിത നിശബ്ദമായ ആ കാലത്തിലേക്ക്. അങ്ങനെ ഹിജ്റ 559 ആ ദുരന്തം സംഭവിച്ചു.
ഭരണാധികാരിയുടെ എതിരാളിയായി മാറിയ ഹഫ്സയുടെ പ്രിയപ്പെട്ടവൻ അബു ജാഫർ കൊല്ലപ്പെട്ടു. ഈ ഒരൊറ്റ സംഭവം അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ലോകം തലകീഴായി മറിഞ്ഞു. പക്ഷേ ആ ദുരന്തത്തിനു മുൻപ് അവരാരായിരുന്നു എന്ന് നമ്മളൊന്ന് ഓർക്കണം. പ്രണയത്തെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചുമൊക്കെ എത്ര ധീരമായിട്ടാണ് അവർ എഴുതിയിരുന്നത്. ജീവിതത്തെ ആഘോഷമാക്കിയിരുന്ന തന്റെ ഗസലുകളിലൂടെ പ്രശസ്തയായ ഒരു സ്ത്രീ. എന്നാൽ അബൂ ജഅഫറിന്റെ മരണശേഷം ആ കവയിത്രി പൂർണ്ണമായും മാറി. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അവർ ഉപേക്ഷിച്ചു. കറുത്ത വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ലൗകിക സുഖങ്ങളെയെല്ലാം വെടിഞ്ഞ് ഒരു പരിത്യാഗിയായി സാഹിദായായി മാറി. അതോടെ അവരുടെ കവിതകളും നിന്നുപോയി. അപ്പോൾ എന്താണ് ഹഫ്സ റുക്കൂനിയുടെ പൈതൃകം? അല്ലെങ്കിൽ അവർ നമുക്ക് മുന്നിൽ ബാക്കി വെച്ചത് എന്താണ്? അവരുടെ ജീവിതം പോലെ തന്നെ കവിതകളെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, പ്രണയത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ധീരമായി ഗസലുകൾ എഴുതിയ കാലം. രണ്ട്, ആ പ്രണയം നഷ്ടപ്പെട്ട വേദനയിൽ എല്ലാം ഉപേക്ഷിച്ച് സുഹൃദിലേക്ക്, അതായത് പരിത്യാഗത്തിലേക്ക് തിരിഞ്ഞ കാലം. തീവ്രമായ സ്നേഹവും അതിലും തീവ്രമായ നഷ്ടവുമാണ് ഹഫ്സ എന്ന കവയിത്രിയെ രൂപപ്പെടുത്തിയത്. നമുക്കീ ചർച്ച ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചാലോ? ഒന്നാലോചിച്ചു നോക്കൂ. ഒരുപക്ഷെ അവരുടെ പ്രിയപ്പെട്ടവൻ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഹഫ്സ പിന്നീട് ഏതു തരം കവിതകൾ എഴുതുമായിരുന്നു? അവരുടെ പ്രണയകവിതകൾ പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയരുമായിരുന്നോ? അറബി സാഹിത്യത്തിൽ അവരുടെ സ്ഥാനം ഇതിലും എത്രയോ വലുതാകുമായിരുന്നോ? ഒരു സാഹിത്യ വിദ്യാർത്ഥിയെന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ കഥയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും, അല്ലേ? അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.